ബൽറാം നെടുങ്ങാടിയിലേക്ക് പോവുകയാണ്. ബൽറാം, ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ദാൽ തടാകം എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ പല സിനിമകളിലൂടെയൊക്കെ ആകർഷിച്ചിട്ടുള്ള ഈ ദാൽ തടാകത്തിന് സമീപം നിന്ന് മിസൈലിൻ്റേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നു. രാവിലെ തന്നെയാണെങ്കിലും പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പല അവശിഷ്ടങ്ങളും കണ്ടെടുക്കുന്നു. അവിടെ നിന്ന് ഈ വരുന്ന പുതിയ വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്ന് ശ്രീനഗർ നഗരം രാവിലെ ഉണരുമ്പോൾ മുതൽ തന്നെ ഈ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. നാലാമത്തെ സ്ഫോടന ശബ്ദമാണ് അല്പസമയം മുമ്പ് ശ്രീനഗറിൽ നിന്നും ഉയർന്ന് കേട്ടത്. രാവിലെ കേട്ട ശബ്ദങ്ങൾ അത് ഒരു പാക് വിമാനം തകർത്തതാണ് എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ പിന്നീട് കേട്ട ഒരു ശബ്ദം എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ദാൽ തടാകത്തിലെ ദൃശ്യങ്ങളാണ്. ദാൽ തടാകത്തിന്റെ പിൻവശം ആണ് ഈ പ്രദേശം. ഇതിനോട് ചേർന്നാണ് ഈ രാവിലെ ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ദാൽ തടാകത്തിന് സമീപം എന്തോ പതിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ അത് ദാൽ തടാകത്തിന്റെ പിൻവശത്താണ്, തടാകത്തിനകത്ത് തന്നെയാണ് അത് പതിച്ചത് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. പരിശോധനയിൽ തടാകത്തിൽ നിന്നും ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മിസൈലിന്റെ അവശിഷ്ടങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കരസേനയുടെയും ഫോറൻസിക്കിന്റെയും സംഘങ്ങൾ അത് എത്തി പരിശോധന നടത്തി അതിപ്പോൾ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിന് സമീപം കശ്മീർ യൂണിവേഴ്സിറ്റി ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളിൽ നേരിയൊരു ആശങ്ക രാവിലെ ഈ സ്ഫോടന ശബ്ദം ഉയർത്തിയിരുന്നു. സമാനമായി തന്നെ ശ്രീനഗറിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ഇജക്ടറിന്റെ ഒരു ഭാഗമാണ് ഒരു വീട്ടിന്റെ മുറ്റത്തു നിന്നും കണ്ടെത്തിയത്. ശ്രീനഗർ നഗരത്തിന് സമീപം തന്നെയാണ് അതും കണ്ടെത്തിയത്. ഏറ്റവും ഒടുവിലായി അല്പസമയം മുമ്പാണ് മറ്റൊരു സ്ഫോടന ശബ്ദം കേട്ടത്. അത് ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യം വെച്ച് വന്ന ഒരു പാക് ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. സമാനമായി ശ്രീനഗറും പരിസര പ്രദേശങ്ങളിൽ നിന്നും തുടർച്ചയായി ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ക്രിസ്റ്റീന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദാൽ തടാകം എന്നുള്ളത് ഒട്ടേറെ സിനിമകളിൽ ഇന്ത്യക്കാരെ മാത്രമല്ല വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കുന്ന, എല്ലാ സമയവും ആളുകളെ നിറഞ്ഞു കവിയാറുള്ള ഒരു വിനോദസഞ്ചാര പ്രദേശമാണ്. അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. ഇവിടെയുള്ള ശിക്കാറുകൾ എല്ലാം തന്നെ ഇപ്പോൾ സവാരിക്കാരില്ലാതെ ഓരമടുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ നമ്മൾ ഈ പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ യാത്രക്കാർ, വിനോദസഞ്ചാരികൾ കുറവാണ് എങ്കിലും അല്പം കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഒറ്റ വിനോദസഞ്ചാരി പോലും ഇന്ന് ഈ ദാൽ തടാകത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ജനങ്ങളിൽ ഒരു ആശങ്കയുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഉറപ്പായും വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജനജീവിതമെല്ലാം സാധാരണ രീതിയിലാണ്, വാഹനങ്ങൾ ഓടുന്നുണ്ട്. അത്തരത്തിൽ സാധാരണ രീതിയിൽ തന്നെ കടകളും മറ്റും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ജനവാസ മേഖലകൾ, ഈ അതിർത്തി ഗ്രാമങ്ങൾ പൂർണ്ണമായും ആളില്ലാതെ വിജനമായി മാറിയ ഒരു അവസ്ഥയാണ്. പകൽ പോലും കുപ്വാരയിലടക്കം ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായിരിക്കുന്നു. ഉറിയിൽ ഷെല്ലാക്രമണമുണ്ട്. സമാനമായ നടപടികൾ പാകിസ്ഥാൻ തുടരുകയാണ്. ഇതിന് തക്കതായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും വീട് വിട്ട് അതിർത്തി മേഖലകളിലുള്ള വീട് ഒഴിവാക്കിക്കൊണ്ട് ശ്രീനഗറിലേക്കോ ബാരാമുള്ളയിലേക്കോ മറ്റും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീനഗറിൽ ഹോട്ടലുകളിലേക്ക് പോലും മാറിയ കുടുംബങ്ങളുണ്ട്. അത്രത്തോളം ദയനീയമായ ഒരു സാഹചര്യം ഇപ്പോൾ കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ തുടരുകയാണ്. ഇതിന് കൃത്യമായി തന്നെ പ്രതികരണം നൽകുന്നുണ്ട്, തക്കതായ മറുപടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ ഈ പ്രകോപനം തുടരുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ പാക് സൈനിക കേന്ദ്രങ്ങളിലേക്ക്, സൈനിക പോസ്റ്റുകളിലേക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യൻ സൈന്യം. ക്രിസ്റ്റീന.